പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കാര്യം, നമ്മുടെ വീടുകളിലും പള്ളികളിലും നമ്മളുടെ ശുശ്രൂഷാ കേന്ദ്രങ്ങളിലുമൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന ചില രാഷ്ട്രീയ ധൃതരാഷ്ട്രന്മാരുണ്ട്. പള്ളികളിൽ പോകുന്നു, തിരുസ്വരൂപങ്ങൾക്ക് മുടി ചാർത്തുന്നു, മാലയണിയിക്കുന്നു, കൈകൂപ്പുന്നു, കൈവെക്കുന്നു, താഴ്ത്തുന്നു. മാമോദീസായ്ക്കും മരിച്ചടക്കുകളിലും അവിടെ സാന്നിധ്യമുണ്ട്. ഇങ്ങനെയൊക്കെ ഉപജീവനം കഴിച്ചു പോകുന്ന ചില വ്യക്തിത്വങ്ങള് നമ്മൾ തിരിച്ചറിയുകയാ. കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുമ്പോഴും സ്നേഹത്തോടുകൂടി സമീപിക്കുമെന്ന് വിചാരിക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളില് ധൃതരാഷ്ട്രരുടെ മനോഭാവമാണ്. സ്നേഹത്തോടെയാണ് ആലിംഗനം ചെയ്യുന്നതെന്ന് തോന്നിയാലും ഉള്ളിന്റെ ഉള്ളില് തകർത്തു കളയുന്ന ചില ആലിംഗന വിശേഷണങ്ങളുണ്ട്. തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആരെപ്പറ്റിയാണ് ഇപ്പോൾ ഈ അച്ഛൻ പറഞ്ഞത് എന്ന് അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേറൊരച്ഛൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സുരേഷ് ഗോപി അദ്ദേഹം നല്ലൊരു നടനാണ്. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു കേരളത്തിലെ ഒരു നടന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു എങ്ങനെ അവരുടെ മനസ്സിനെ സ്വാധീനിക്കണമെന്ന്. അതുകൊണ്ട് അദ്ദേഹം അവിടുത്തെ പള്ളികളിൽ നിരന്തരം സന്ദർശിച്ചു. അവിടെ മാമുദീസയ്ക്ക് പോയി ചടങ്ങുകളിൽ പങ്കെടുത്തു. ലൂർദ് മാതാവിന്റെ തലയിൽ കൊണ്ട് കിരീടം വെച്ചു. ഓശാനയ്ക്ക് അദ്ദേഹം കുരുത്തോലം പിടിച്ച് നടന്നു. എന്നിട്ട് അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ രീതിയിൽ ചെയ്തു. അതോടൊപ്പം തന്നെ അവിടുത്തെ സഭയുടെ ഭാഗത്ത് നിന്ന്, നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ പല കാര്യങ്ങളും ഉണ്ടായി. നമ്മൾ മനസ്സിലാക്കണം, ഈ സംഭവം നടന്ന എപ്പോഴാണ്? നമ്മുടെ മണിപ്പൂരിലെ ഇഷ്യൂവിന് പിന്നാലെയാണ് ഈ ഇലക്ഷൻ നടക്കുന്നതെന്ന് വിചാരിക്കണം. ഇതൊക്കെ അദ്ദേഹം ചെയ്തു. ഇപ്പോൾ ഇപ്പം ഈ ഛത്തീസ്ഗഡിലെ പ്രശ്നം നടന്നിട്ട് ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത്, അന്യായമായി അറസ്റ്റ് ചെയ്തിട്ട്, വളരെ ഗൗരവതരമായിട്ടുള്ള വകുപ്പുകളാണ്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, BNS 143, അതുപോലെ തന്നെ അവിടുത്തെ ആന്റി കൺവേർഷൻ ലോ അനുസരിച്ച് 4ാം വകുപ്പ് അനുസരിച്ച് മതപരിവർത്തന നിയമം, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഈ പാവം സിസ്റ്റേഴ്സിനെ ജയിലിൽ അടച്ചിട്ട് ആ പ്രദേശത്തുള്ള MP കമാന്നൊരക്ഷരം വേണ്ടിയും അതായത് എവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് തൃശ്ശൂരുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇവിടേക്ക് ഉള്ളിൽ ഇരിപ്പ് എന്ന്. കുറച്ച് വൈകിട്ടാണെങ്കിലും തൃശ്ശൂരിലുള്ള ആളുകൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെ. ഇലക്ഷൻ്റെ സമയത്ത് കിരീടം, കുന്തം, കൊടച്ചക്രം, കുരുത്തോല, അത് ഇതെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന സമയത്ത് ഇതൊക്കെ ക്രിസ്ത്യാനികളോടുള്ള സ്നേഹം കൊണ്ടും ഭാവിയിൽ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ ഈ BJPക്കാരും സുരേഷ് ഗോപിയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിപ്പിച്ച് അവരെ കൊണ്ട് വോട്ടും വാങ്ങി ജയിച്ചു പോയ ശേഷം ഇപ്പം ഛത്തീസ്ഗഡിലെ ആ പാവം കന്യാസ്ത്രീമാർക്ക് ഇങ്ങനെ ഒരു പണി കിട്ടേണ്ടി വന്നു. തൃശ്ശൂരിലുള്ള പ്രബുദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ BJPയുടെയും സുരേഷ് ഗോപിയുടെയൊക്കെ തനിക്കുണം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. BJPക്കാരുടെ മതവികാരം എന്താണ്, പൊളിറ്റിക്സ് എന്താണ് എന്നുള്ള അറിയുന്ന ആളുകൾ ഇലക്ഷൻ്റെ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇന്ന് ക്രിസ്ത്യാനികളെ കൂടെ നിർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിലൊരു വിഷയം വരുന്ന സമയത്ത് അവരെന്തായാലും ക്രിസ്ത്യാനികളെ തള്ളിപ്പറയുകയേ ഉള്ളൂ എന്നുള്ളത്. അന്ന് പക്ഷേ അവരതൊന്നും വിശ്വസിച്ചില്ല. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള പോളിസി എടുത്തിട്ടാണ് അന്ന് ക്രിസ്ത്യാനികൾ BJPക്കാരുടെ കൂടെ നിന്ന്. ഇത്തരത്തിൽ നല്ലൊരു പണി കിട്ടിയിട്ടാണെങ്കിലും ഇപ്പോഴെങ്കിലും തൃശ്ശൂരിലെ ആളുകൾക്ക് ബോധം വെച്ചു എന്നറിയുന്നതിൽ സന്തോഷം.